എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം BJP തെല്ലൊരാശ്വാസത്തിലാണെന്ന് പറയാം. അക്കൗണ്ട് തുറക്കില്ല എന്ന ഒരു വാദങ്ങൾക്കിടയിലും ചെറിയൊരു ഒന്നോ രണ്ടോ അക്കൗണ്ട് തുറക്കും എന്നൊരു ആശ്വാസം ഈ എക്സിറ്റ് പോളുകളിലൂടെ BJPക്ക് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിന് കുറച്ചെങ്കിലും ആശ്വസിക്കാം. നിയമത്ത് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് കാറ്റ് വീശുന്നത് എന്ന്. എന്തായിരിക്കും ഈ ഇലക്ഷന് റിസൾട്ടിന് ശേഷം BJPയുടെ ഒരു ഭാവി? BJPയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കറുത്ത കുതിരയാകുമെന്നായിരുന്നു BJPയുടെ പ്രതീക്ഷ. അതായത് UDFും LDFും വരുന്നൊരു തൂക്കു മന്ത്രിസഭ, അവസാനം ആരധികാരത്തിൽ എത്തണമെന്ന് BJP തീരുമാനിക്കും. ഇതായിരുന്നു സെൻകുമാർ പറഞ്ഞു. അതെ, ഇതാണ് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇതായിരുന്നു. പക്ഷേ BJPയുടെ കോർ കമ്മിറ്റി ചർച്ചകൾക്കൊക്കെ ഒടുവിൽ BJP അവസാനം തിരിച്ചറിഞ്ഞു, ഞങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ചിലപ്പോൾ സീറ്റൊന്നും ലഭിച്ചേക്കത്തില്ല, കിട്ടിയാലും ഇന്ന സീറ്റുകളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടതിൽ വെച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നൊരു സീറ്റ് എന്ന് പറയുന്നത് 7 സീറ്റുകൾ വരെ BJP പിടിച്ചേക്കാം എന്ന് പറയുന്ന എക്സിറ്റ് പോളുകൾ നമ്മൾ കണ്ടു. ബാക്കിയെല്ലാം ഏകദേശം പ്രവചിക്കുന്നത് 0 തൊട്ട് 3 സീറ്റുകൾ വരെയാണ്. 3 സീറ്റുകൾ പറയുന്നത് ഒന്ന് നിയമത്ത് NDAക്ക് തന്നെയാണ് മുൻതൂക്കം കൂടുതൽ. പിന്നെ 2 മണ്ഡലം എന്ന് പറയുന്നത് ഒന്ന് കഴക്കൂട്ടവും മറ്റൊന്ന് വട്ടിയൂർക്കാവുമാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കനത്ത മത്സരമാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മറ്റൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പോൾ ഇവിടെ എല്ലാം BJP വലിയ രീതിയിൽ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. പാലക്കാടാണെങ്കിൽ പാലക്കാടും BJP വലിയ പ്രതീക്ഷയാണ് വിചാരിച്ചത്. പക്ഷേ അവസാന ലാപ്പിൽ കുറേ വിഷയങ്ങൾ ഇവർക്കെതിരെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ ചെവുക്കുറ്റി അടിച്ച് പൊട്ടിക്കുമെന്ന് പറയുന്ന നോട്ട് വിവാദമൊക്കെ വലിയ രീതിയിൽ വിഷയമായി. അങ്ങനെ BJPയുടെ പ്രതീക്ഷകൾ മൊത്തത്തിൽ താളം തെറ്റുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരയാകുമെന്ന് പറഞ്ഞിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അവസാനം കറുത്ത കുതിര പോയിട്ട് ഒന്നും നേടാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു BJPയുടെ വലിയ പ്രതീക്ഷ. അതിന് കുറച്ച് ഫാക്ടറുകളുണ്ട്. ആ ഫാക്ടറുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, BJPയെ സംബന്ധിച്ച് BJPക്ക് ഇത്രയും കാലമായിട്ടും കിട്ടാതിരുന്ന NSS SNDP വോട്ടുകൾ BJPക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ, അത് BJPക്ക് വലിയ പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിലാണ് BJPക്ക് ഏറ്റവും കൂടുതൽ പാളിച്ച പറ്റിയത്. FCRA ഉണ്ടാകുന്നൊരു വിഷയം, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിട്ടാണ് FCRA വിഷയം ഉണ്ടാകുന്നത്. അങ്ങനെ ഇവിടുത്തെ BJP നേതാക്കന്മാർക്കെതിരെ എല്ലാം വലിയ രീതിയിൽ പ്രക്ഷോഭം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ക്രിസ്ത്യൻ സഭകളെല്ലാം ഒന്നിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. BJP അതായത് ക്രിസ്ത്യ വോട്ടുകൾ, ക്രിസംഖി വോട്ടുകൾ എന്നൊക്കെ പറയുന്ന BJPക്ക് കൊടുക്കാൻ സാധ്യതയുള്ള ക്രിസ്ത്യ വോട്ടുകളിലെല്ലാം വലിയ വിള്ളലുണ്ടാക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ MPമാരെല്ലാം ഇലക്ഷൻ നിർത്തിവെച്ച് ഡൽഹിയിൽ പോയി സംസാരിക്കണമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം BJPക്ക് വലിയ രീതിയിൽ നെഗറ്റീവ് ഉണ്ടാകുന്നൊരു ഫാക്ടറായിട്ട് മാറി. അത് മാത്രമല്ല, നമ്മുടെ ഈ പോളിംഗ് ശതമാനത്തിൽ ഇത്രയേറെ വർധന വന്നിട്ടും BJPക്ക് ഒരു വോട്ട് വർധനവ്, അവരുടെ ആ ഒരു ശതമാനം ഉയർത്താൻ പറ്റിയിട്ടില്ല എന്നോ ഈ കോർ കമ്മിറ്റിയിൽ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. BJPയുടെ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ അത്ര പോളിംഗ് ഉണ്ടായിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരന് തന്നെ തോക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് BJPയുടെ വിലയിരുത്തൽ. ഇപ്പൊ BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജിന്റെ ഒരു വർധന ഉണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും, അതായത് പഞ്ചായത്ത് ഇലക്ഷനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വളർച്ച, അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. പക്ഷേ എത്രമാത്രം അത് പ്രാവർത്തികമാക്കുമെന്നൊരു ചോദ്യം ബാക്കിയാണ്. കഴിഞ്ഞ കാലത്തിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടിംഗ് ഷെയർ പ്രാവശ്യം BJPക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട്. അവർക്കൊരു ആശ്വാസമുണ്ട്. BJPയെ സംബന്ധിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടി കഴിഞ്ഞാൽ തന്നെ അവരുടെ വലിയ വിജയമാണ്. അവർക്ക് ലോട്ടറി അടിച്ചതിന് തുല്യമാണ് എന്നാണ് BJP വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, സെൻകുമാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിലും സുരേന്ദ്രജി പറഞ്ഞ അനുസരിച്ചാണെങ്കിലും BJPയുടെ പ്രതീക്ഷ ഒരു 10 സീറ്റിലേക്ക് എത്തുക, മിനിമം ഒരു 10 സീറ്റിലേക്ക് എത്തുക, കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു കക്ഷിയായിട്ട് മാറുക, ആരധികാരത്തിൽ വരണമെന്ന് BJP തീരുമാനിക്കും. അതായത് ഇപ്പോൾ LDFും UDFും തമ്മിൽ കേരളത്തിൽ ഒരിക്കലും യോജിച്ചു പോകില്ല. ഇനി നമ്മളെ ഇന്ത്യ മുന്നണിയെന്നോ എന്ത് മുന്നണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ LDFും UDFും ഒന്നിച്ചു പോകില്ല. അത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും അപ്പം ഒന്നെങ്കിൽ LDF BJPയുടെ പിന്തുണ തേടും, അല്ലെങ്കിൽ UDF BJPയുടെ പിന്തുണ തേടും. UDF ഒരിക്കലും BJPയുടെ പിന്തുണ തേടില്ല. അത്
അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റികളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനായിട്ടും BJP എതിർക്കുന്ന ഒരു പാർട്ടിയാണ് UDF. അപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ഒരിക്കലും BJP പിന്താങ്ങുന്ന ഒരു സാഹചര്യം വരത്തില്ല. അപ്പം LDFും BJP ആയിട്ടായിരിക്കും ടൈപ്പ് വരാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിൽ സംഘർഷങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല ചേരിയിൽ നിന്നും പല ആളുകളെയും അടർത്തിക്കൊണ്ട് വന്നിട്ട് തങ്ങളോടൊപ്പം നിർത്തിയിട്ട് തങ്ങൾ അധികാരം കൈകാര്യം ചെയ്ത രീതിയിലേക്ക്, അതെ, പർച്ചേസിങ് ഒരു 30 സീറ്റിൽ BJP പിടിക്കുകയാണെങ്കിൽ, കേരളത്തിൽ പിടിക്കുകയാണെങ്കിൽ BJP കേരളം ഭരിക്കുന്ന രീതിയിലേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങൾ, അതായത് അപ്പുറത്തുനിന്ന് അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞു, ഇപ്പുറത്തുനിന്ന് അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞു, അധികാരമോഹികളായിട്ടുള്ള ആളുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക. ഇതാണ് BJP ചെയ്യാൻ പോകുന്നത്. അവിടെ പൈസ കൊടുക്കുക, മറ്റു കാര്യം പദവി കൊടുക്കുക, അങ്ങനെ എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിക്കാമെന്നുള്ള ചിന്തയായിരുന്നു BJPക്കുള്ളത്. പക്ഷെ അത് ഇപ്രാവശ്യവും നടക്കില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ മോദി കൊടുത്ത പല ഗ്യാരണ്ടികളും ഈ ഒരു വോട്ട് ഈ BJPയിലേക്കുള്ള വോട്ടിന്റെ ഒഴുക്ക് അത്ര സുഗമമാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം 1-2 തവണ മോദിയും അമിത്ഷായും അതുപോലെ നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു എല്ലാവരും വന്നുപോയി പ്രചരണവുമായിട്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഈ BJPയിലേക്ക് വോട്ട് ഒഴുകി എത്തുന്നില്ല? BJPയിലേക്ക് എന്തുകൊണ്ട് വോട്ട് ഒഴുകി എത്തുന്നില്ല എന്നുള്ള ചോദ്യം BJPക്ക് തന്നെയുണ്ട്. അതായത് നരേന്ദ്രമോദി പല തവണ കേരളത്തിൽ വന്നു, കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും പിടിക്കണം, കിട്ടാക്കനിയായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റെങ്കിലും ഉറപ്പിക്കുക എന്നുള്ള വലിയ രീതിയിൽ BJP ലക്ഷ്യം കണ്ടുകൊണ്ട് കേരളത്തിൽ മുഴുവൻ പ്രചരണങ്ങൾ നടത്തുന്നു. വലിയ വലിയ നേതാക്കന്മാർ വരുന്നു. എന്തിന് പ്രധാനമന്ത്രി വരെ പലതവണ കേരളത്തിൽ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് പോലും BJPക്ക് മോദിയുടെ ഗ്യാരണ്ടി എന്ന് വരെ പ്രഖ്യാപനം നടത്തി. എന്നിട്ടും അവരുടേതായിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഇതുപോലെ ക്രിസ്ത്യൻ ഒട്ടേച്ചും FRCയും കൂടിയാണ്. പിന്നെ ആ ഒരു സമയത്ത് ഷോൺ ജോർജിന്റെ ഒരു ഷോയും ഇവർക്ക് പ്രതികൂലമായി ബാധിച്ചു. അത് മാത്രമല്ല ശോഭയുടെ നോട്ട് വിവാദം, അത് മാത്രമല്ല അസംതൃപ്തരായ K. സുരേന്ദ്രൻ വിഭാഗം, ഈ രാജീവിന്റെ ഒരു വീഴ്ച കാണാൻ വേണ്ടി അപ്പുറത്തേക്ക് ഇതിന് വേറൊരു കുറച്ച് വശങ്ങൾ കൂടെ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് BJP ഉദ്ദേശിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നടക്കാതെ പോയതിൻ്റെ പിന്നിലും വലിയ രീതിയിലുള്ള, അതായത് BJP സ്വപ്നം കണ്ടത് മറ്റൊരു രീതിയിലായിരുന്നു. ഇപ്പം മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറയുമെങ്കിലും അതായത് ഇതിന് മുമ്പോട്ടുള്ള വിഷയങ്ങൾ BJP അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? BJPക്ക് പറയാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. എപ്പോഴാണ് സുരേഷ് ഗോപി ഈ എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ, അത് ഒരു MPയേ ഉള്ളൂ കേരളത്തിൽ നിന്ന്, 2 MPമാർ, അതിൽ ഒരാൾ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുത്ത് വിജയിച്ചു വന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ 2 പേര് നിയമസഭയിൽ പാർലമെന്റിൽ ഉണ്ടാകുമ്പോൾ അയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചുകൊണ്ട് ഇവിടെ എയിംസ് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അങ്ങനെ വരികയായിരുന്നെങ്കിൽ BJPക്ക് സംസാരിക്കാനും വികസനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും BJP കഴിഞ്ഞേനെ. അത് മാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രി സ്ഥാനത്തുണ്ട്. ഈ ജോർജ് കുര്യന് സീറ്റ് കൊടുത്ത് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാക്കിയത് തന്നെ ഇവിടുത്തെ ക്രിസ്തീയ വോട്ടുകളിൽ നിന്നും വലിയ രീതിയിൽ തങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലായിരുന്നു. അതുവരെ BJPക്ക് അനുകൂലമായിട്ടായിരുന്നു ആ ട്രെൻഡ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ FCRA എന്ന് പറയുന്ന ആ ഒരു നിയമത്തിൻ്റെ ആ ബില്ല് പാസ്സാക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ ക്രിസ്തീയ സഭകളും ഇവർക്കെതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പല വോട്ടുകൾ മലക്കമറിഞ്ഞു. അതെ, പല ക്രിസ്തീയ വോട്ടുകളും BJPക്ക് വോട്ട് കൊടുക്കരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പല ആളുകളും വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പം BJP ഉദ്ദേശിച്ച രീതിയിലൊന്നും ഒരു കറുത്ത കുതിര പോയിട്ട് കുതിരക്കാരനാകാൻ പോലും BJPക്ക് കഴിയാതെ പോകുന്നുണ്ട്. കുതിരയെ വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത സാഹചര്യത്തിലേക്ക് BJP കേരളത്തിൽ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു കുതിരയെ ഓടിക്കാനുള്ളൊരു ഭാഗ്യം എന്താണെങ്കിലും നിയമത്തുണ്ടാവാനുള്ളൊരു വഴിയും തുറന്നു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും മെയ് 4 നമുക്കറിയാൻ കഴിയും BJP വിചാരിച്ചതുപോലെ പണി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്.